ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ. ഇനി നമുക്ക് എക്സർസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എയിൽ 1 മുതൽ 14 വരെയുള്ള നമ്പറുകൾ തന്നിട്ടുണ്ട്. Then define as r equal to xy, then 3x minus y equal to 0 ആണ്. 3x minus y equal to 0 എന്ന് പറയുന്നുള്ള ആ റിലേഷൻ നമുക്ക് ആ കണ്ടീഷനിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഈ ആറ് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3x മൈനസ് y എടുക്കണം. y ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു 3x എന്ന് കിട്ടി. വൈയുടെ വാല്യൂ 3x എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാല്യൂവിനകത്ത് എക്സും വൈയും ബിലോങ്സ് ടു ഏതാണ്? എക്സ് വൈ ബിലോങ്സ് ടു എ ആണ്. അപ്പൊ എക്സിന് കൊടുക്കുന്ന വാല്യൂ വൈക്ക് കിട്ടുന്ന വാല്യൂ എവിടെ നിൽക്കണം? 1 മുതൽ 14 വരെയുള്ള നമ്പറിനകത്ത് നിൽക്കണം. അപ്പൊ നമുക്ക് ഓരോ വാല്യൂ ആയിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഫസ്റ്റ് വൺ എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ വാല്യൂ വൈ ഈക്വൽ ടു 3 × 1 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ ഒരു കോർഡിനേറ്റ് നമുക്ക് കിട്ടി 1, 3 കിട്ടി. ദെൻ നെക്സ്റ്റ് എക്സിന് നമ്മൾ 2 കൊടുക്കുക. അപ്പൊ y ഈക്വൽ ടു നമുക്ക് എന്താ? 3 × 2. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അടുത്ത കോർഡിനേറ്റ് നമുക്ക് കിട്ടി 2, 3, 2, 6 കിട്ടി. 2, 6 കിട്ടി. ദെൻ അടുത്ത് നമ്മൾ എക്സിന് ഏതാണ്? 3 കൊടുത്തു. അപ്പൊ y ഈക്വൽ ടു 3 × 3 9. നെക്സ്റ്റ് കോർഡിനേറ്റ് 3, 9 കിട്ടി. അവിടെ 9 നമുക്ക് ആ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാം, എടുക്കാവുന്ന ഒരു വാല്യൂ ആണ്. ദെൻ എക്സ് ഈക്വൽ ടു 4 കൊടുത്തു. അപ്പോൾ y ഈക്വൽ ടു 3 × 4 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4, 12. നെക്സ്റ്റ് കോർഡിനേറ്റ് കിട്ടി. ഇനി നമ്മൾ നാലാമത്തെ അടുത്ത 5 കൊടുക്കുകയെന്ന് വെച്ചോ. എക്സിന് 5 കൊടുത്തു കഴിയുമ്പോൾ എക്സ് ഈക്വൽ ടു 5 കൊടുത്താൽ y ഈക്വൽ ടു 3 × 5 ആണ്, 15 വരും. ഈ 15 എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എയിലില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? ഇത് എടുക്കേണ്ട കാര്യം നമുക്കില്ല. അത് നമ്മൾ 5 എന്ന കോർഡിനേറ്റ് അവിടെ കൊടുക്കേണ്ട. 5ൽ അവിടെ നിർത്തണം. 5 കൊടുത്താൽ വൈക്ക് എന്ത് കിട്ടും? 15 കിട്ടും. ആ 15 പക്ഷെ നമുക്ക് അവിടെ സെറ്റ് അയക്കാത്തില്ല. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എവിടം വരെ മതി? ഈ എക്സ് ഈക്വൽ ടു 4 വരെയുള്ള കോർഡിനേറ്റ് മതി. അപ്പൊ നമ്മുടെ റിലേഷൻ ആർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആദ്യം കിട്ടിയത് 1, 3, ദെൻ 2, 6, അടുത്ത് കിട്ടിയത് 3, 9, അടുത്ത് കിട്ടിയത് 4, 12. ഇതാണ് നമ്മുടെ റിലേഷൻ 6 കിട്ടിയത്. ഇനി നമ്മൾ ഈ റിലേഷൻ വെച്ച് ഈ ഓരോ കണ്ടീഷനും ശരിയാണെന്ന് നോക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ ഏതാണ്? ഒന്നാമത് റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് സാറ്റിസ്ഫൈ ഉണ്ടെന്ന് നോക്കാം. ഈ വാല്യൂവിനകത്ത് റിഫ്ലക്സീവിന്റെ ഡെഫിനിഷൻ എന്താ? എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ ആണ്. പക്ഷെ ഇവിടെ എ ഉണ്ടോ? 1, 1 ഉണ്ടോ? 2, 2 ഉണ്ടോ? 3, 3 ഉണ്ടോ? 4, 4 ഇതൊന്നുമില്ല അവിടെ, അല്ലേ? അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. The 1, 1 does not belongs to R. For all 1 belongs to A ആണ്. അപ്പൊ 1, 1 does not belongs to R ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ്? റിഫ്ലക്സീവ് അല്ല. Therefore നമുക്ക് എന്ത് എഴുതാം? A does not belongs to R. For all A belongs to capital A. Therefore R is not reflexive. R എന്ന് പറയുന്നത് നോട്ട് റിഫ്ലക്സീവ് ആണ്. അപ്പൊ നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അല്ലേ? ഇനി നമ്മൾ അടുത്ത എക്സിന് 5 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സ് ഈക്വൽ ടു 5 കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്. y ഈക്വൽ ടു 3 × x5 വരും. അപ്പൊ നമുക്ക് 15 വരും. അപ്പൊ 15 നോട്ട് ഈക്വൽ ടു എ. 15 എന്ന് പറയുന്നത് സെറ്റ് എയിലില്ല. അപ്പൊ നമ്മൾ 5 കൊടുക്കാൻ അവിടെ പറ്റില്ല. അതായത് എക്സും വൈയും ഏതിനകത്ത് തന്നെ ആയിരിക്കണം? സെറ്റ് എക്കകത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 15 വരും. അപ്പൊ 15 നോട്ട് ഈക്വൽ ടു സെറ്റ് എ ആണ്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ റിലേഷനകത്ത് നമുക്ക് ഏതൊക്കെ നമ്പറാണ് കിട്ടിയേക്കണേ? 1, 3 കിട്ടി. അടുത്ത 2, 6 കിട്ടി. അടുത്ത നമുക്ക് 3, 9 കിട്ടി. അടുത്ത 4, 12 കിട്ടി. ഇതാണ് നമ്മുടെ റിലേഷൻ 6 കിട്ടിയേക്കണത്. ഇനി നമുക്ക് ഓരോരോ കണ്ടീഷനായിട്ട് ശരിയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഒന്നാമത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? റിഫ്ലക്സീവ് ആണ്. അപ്പൊ റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ ഇവിടെ ശരിയാവോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 1, 1 ഉണ്ടോ? കാരണം എ ബിലോങ്സ് ടു ആർ ആണ്. എക്ക് എയോട് തന്നെ റിഫ്ലക്ഷൻ വേണം. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല? 1, 1 ഇല്ല. അപ്പൊ 1, 1 ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് 1, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു
ആറ് 1 1 ഒരിക്കലും എന്താണ് ഈ റിലേഷനകത്ത് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore a does not belongs to R. therefore എന്ത് പറയാൻ പറ്റും? R is not reflexive. R എന്ന് പറയുന്നത് is not reflexive ആണ്. റിഫ്ലക്സീവ് ആണ്. നിങ്ങൾ ഈ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിഫ്ലക്സീവ് എന്ന് പറയുന്ന വീഡിയോ കാണണം, സിമെട്രിക് കാണണം, ട്രാൻസിറ്റീവ് കാണണം. അതിനകത്ത് ഓരോ ടൈപ്പിലെയും പ്രോബ്ലം അത് മാത്രമായിട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ എക്സർസൈസ് ചെയ്യുക കേട്ടോ. ഇനി സെക്കൻഡ് വൺ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സിമെട്രിക് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ സിമെട്രിക് പ്രൂവ് ചെയ്യണം. സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ എ ബി ബിലോങ്സ് ടു ആർ ആണ്, തിരിച്ച് ബി എ ബിലോങ്സ് ടു ആർ ആവണം. ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? 1 3 3 1 ഉണ്ടോ? 2 6 6 2 ഉണ്ടോ? ഇല്ല. 3 9 9 3 ഇല്ല. ഒരു ടേമും തിരിച്ചില്ല, റിവേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 3 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് എന്താണ്? 3 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. 3 1 ഇതിനകത്ത് അങ്കമല്ല അല്ലേ? അപ്പൊ therefore എന്ത് എഴുതാം? എ ബി ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് എന്താണ്? ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ബി എ എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. therefore എന്താണ്? ആർ ഈസ് നോട്ട് സിമെട്രിക്. ആർ എന്തല്ല? സിമെട്രിക് അല്ല. ആർ ഈസ് നോട്ട് സിമെട്രിക് ആണ്. ദെൻ ഒരു കണ്ടീഷനോടെ നമുക്ക് നോക്കണം. അതേതാണ്? ട്രാൻസിറ്റീവ്. അപ്പൊ നമ്മൾ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എഴുതാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ ആണ്, ദെൻ ബി സി ബിലോങ്സ് ടു ആർ ആണ്, ദെൻ എ സി ബിലോങ്സ് ടു ആർ ആവണം. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ ആണ്, ദെൻ ബി സി ബിലോങ്സ് ടു ആർ ആണ്, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? എ സി ബിലോങ്സ് ടു ആർ ആവണം. പക്ഷെ ഇവിടെ ശരിയാണോ? ഇപ്പൊ നമുക്ക് 1 3 ഉണ്ട്, 3ക്ക് കണക്റ്റഡ് ആയിട്ട് 3 9 ഉണ്ട്, പക്ഷെ 1 9 ഇല്ല അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് 1 3 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ അടുത്ത എന്താ? 3 9 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 9 ഉണ്ടോ? 1 9 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. 1 9 ഇല്ല. 1 9 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ therefore ആർ ട്രാൻസിറ്റീവ് ആവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ബി ബിലോങ്സ് ടു ആർ ആണ്, 1 3 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ ബി സി ബിലോങ്സ് ടു ആർ ആണ്. ദെൻ ഇവിടെ നോക്കുക, ബി സി 3 9 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് എന്താണ്? ബട്ട് ബി എ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. കാരണം എന്താണ്? 1 9 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആറ് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. ആറ് റിഫ്ലക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇക്വലൻസ് ക്ലാസ് ഉണ്ടാവുമോ? ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് നോട്ട് ആർ ഈസ് നോട്ട് ഇക്വലൻസ് റിലേഷൻ. ഇവിടെ നോക്കാം, ആറ് സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല, റിഫ്ലക്സീവും അല്ല. അപ്പൊ നമുക്ക് ഈ റിലേഷൻ ആറ് എന്താവില്ല? ഇക്വലൻസ് റിലേഷൻ ആവുകയില്ല. അപ്പൊ നമുക്ക് ഒരു റിലേഷൻ ഇക്വലൻസ് ആകണമെങ്കിൽ അത് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് മൂന്നും അല്ല ഈ റിലേഷൻ ആറ്.